നമ്മളിന്ന് പഠിക്കുന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് കടുത്ത ഒരു ക്ഷാമമുണ്ടായി. ഹിജ്റ 18 അത്. അന്ന് ഉമർ റളിയല്ലാഹു ചെയ്തത് തൻ്റെ ഗവർണർമാർക്കൊക്കെ കത്തയച്ചു. നിങ്ങളുടെ കൈകളിൽ ബാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങോട്ട് അയക്കണം, മദീനയിൽ ക്ഷാമം നേരിട്ടിരിക്കുന്നു. പിന്നീട് ഉമർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, മഴ പെയ്യുന്നു. അങ്ങനെ അവിടെ സുഭിക്ഷത കൈവരികയാണ്. അന്ന് പൊടി പോലും പാറിയിരുന്നു. അതുകൊണ്ട് ആമുർ റമാദ് എന്നാണ് ആ വർഷം അറിയപ്പെടുന്നത്. ആമുർ റമാദ് ഹദസ ഇതുണ്ടായത് സനത്ത 18 ഹിജ്റ, സനത്ത 18 ഹിജ്റ. എന്താണ് അന്നുണ്ടായത്? മാദ ഹദസ ഫി 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 സന 18 അൽ ഹിജ്രിയ. ഒന്ന്, ഇൻഖത്അ നുസൂറുൽ മത്വർ, മഴ വർഷം നിന്നു. ഉജ്ദിബത്തിൽ അർളു, ഭൂമി ഉഷരമായി. മാത്തത്തിൽ മവാഷി, മൃഗങ്ങൾ ചത്തൊടുങ്ങി. ജഅന്നാസു, ജനങ്ങൾ പട്ടിണിയിലായി. സാറൽ ഗുബാറു വറമാദ്, വെണ്ണീറും പൊടിപടലങ്ങളും പാറി. മഴ പെയ്യാതാവുമ്പോൾ ധൂളികളുണ്ടാകും. ഫബഅസ ഉമർ റളിയല്ലാഹു അൻഹു അയച്ചു ഇലൽ അഖ്താരിൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക്. എന്തിനാണ്? മാ സാദ അൻ ഹാജത്തിഹിം, അവരുടെ അത്യാവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് അയച്ചു തരുവാൻ. മാത്രമല്ല ഇൽതജ ഇല റബ്ബി, അള്ളാഹുവിലേക്ക് അഭയം തേടി. ലിതഫരീജി ഖുറബത്തിഹിം, അവരുടെ പ്രശ്നങ്ങൾക്കൊരു വിരാമമുണ്ടാകുവാൻ. ഹത്ത അംത്വറത്ത്, അങ്ങനെ മഴയൊക്കെ പെയ്ത് പിന്നീട് അവിടെ സുഭിക്ഷമുണ്ടായി. ഇങ്ങനെ ഹിജ്റ 18 നമ്മൾ എന്തുകൊണ്ട് വിളിക്കാറുള്ളത്? ആമുർ റമാദ്. പല പരീക്ഷകളും ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി ഉമർ ബിൻ ഖത്താബിൻ്റെ മരണമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പ്രഭാത നിസ്കാരം നടത്തുകയായിരുന്നു. ആ സമയത്താണ് മുഗീറത്ത് ബിൻ ശുഅബയുടെ ഒരു അടിമയായ അബൂ ലുഅ്ലുഅ ഖാത്തിൽ ഉമർ, അദ്ദേഹം ഒരു ഖഞ്ചർ കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ കൊന്നത് മജൂസിയായ അബൂ ലുഅ്ലുഅയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹുവിന് ഇതുവരെ സുജൂദ് ചെയ്യാത്ത ഒരാളുടെ കൈകളാൽ എനിക്ക് ധീര രക്തസാക്ഷിത്വം വരിക്കാൻ കഴിഞ്ഞല്ലോ. കാന ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു യുസല്ലി ഫിൽ മസ്ജിദ്, പള്ളിയിൽ നമസ്കരിക്കുകയായിരുന്നു. സ്വലാത്തുൽ ഫജ്ർ, മോർണിംഗ് പ്രയർ. കാനദാലിക്, അതായിരുന്നു സനത്ത 27 ഹിജ്രിയ, ഹിജ്റ 27 തുഅനഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി. ഗുലാമു മുഗീറത്ത് ബിൻ ശുഅബ അബൂ ലുഅ്ലുഅ അൽ മജൂസി, മജൂസിയായ അബൂ ലുഅ്ലുഅ, അദ്ദേഹം മുഗീറത്ത് ബിൻ ശുഅബയുടെ അടിമയായിരുന്നു. ലമ്മ അലിമു, ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ, അൻ ഖാതിലിഹി, തൻ്റെ കൊലപാതകി ആരാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹമിദല്ലാഹു അലാ അന്ന ഖാതിലഹു ലം യസ്ജുദ് ലില്ലാഹി ഖത്ത്, അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു തവണ പോലും സാഷ്ടാംഗം നമിക്കാത്ത